ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാമ്പാറിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റിയായ ഒരു സാമ്പാറാണ് ഉടുപ്പി സ്റ്റൈൽ സാമ്പാർ. അപ്പോൾ ഈ ഒരു ഉടുപ്പി സ്റ്റൈൽ സാമ്പാർ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുത്ത ശേഷം നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തെടുത്ത് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പരിപ്പ് പകുതി വേവായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വഴുതനങ്ങ, വെണ്ടയ്ക്ക, പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീൻസ് ഇത്രയും പച്ചക്കറികളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ഉള്ളിയും 2 തക്കാളിയും ഇതോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പച്ചമുളക് നെടുകെ കീറിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവ് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വീണ്ടും വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയൊന്ന് വെള്ളത്തിലിട്ട് വേവിക്കാം. ഇനി നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ വീതം ഉലുവയും ഒരു 3-4 വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഡാർക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് സ്ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഡ്രൈ ഫ്രൈ അല്ല ചെയ്തെടുക്കുന്നത്, ഓയിലിൽ തന്നെയാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല ഡാർക്ക് കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ വേവിച്ചെടുത്ത പച്ചക്കറികളെല്ലാം കുക്കറിൽ നിന്നും ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ പച്ചക്കറികളിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറി തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട വറവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നാൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2-3 വറ്റൽമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ടെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറച്ച് ഫ്രൈ ആയി നല്ല സ്മെല്ല് വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മൾ ആ അരപ്പ് റെഡിയാക്കുമ്പോൾ ഉലുവയും ജീരകം എല്ലാം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ സാമ്പാറിന്. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർ ഇട്ടുകൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നമ്മൾ കറിയിലേക്ക് ഈ വറവ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കറി നല്ല പോലെ തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി സാമ്പാർ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.